ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മഞ്ജൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഈസ്റ്റും സോഡാപ്പൊടിയും ഒന്നും ചേർക്കാണ്ട് ഒരപ്പം മാവാണ്. അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഒരു 2 ഗ്ലാസ് പച്ചരി കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഒരു 5-6 മണിക്കൂർ വെള്ളത്തിട്ട് കുതിർത്ത് കഴുകി വെച്ചിരിക്കുകയാണ്. അത് നമുക്ക് മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ 1 ഗ്ലാസ് തേങ്ങ, പിന്നെ ഒരു 1/2 ഗ്ലാസ്, ഒരു കാലായാലും മതി, ചോറും കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ചോറിടാൻ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ റോബസ്റ്റ പഴം ഇട്ടാൽ മതി. അതും അപ്പം മാവിന് നല്ല സോഫ്റ്റ് ആക്കും. ഇത് രണ്ടും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്കിടാനുള്ളത് 1 ടീസ്പൂൺ പഞ്ചസാരയാണ്. അതും ഇട്ട് കൊടുക്കാം. അതിലോട്ട് കുറച്ച് തേങ്ങ വെള്ളം എത്ര വേണോ ഒഴിക്കാൻ, എനിക്ക് ഇത്രേ കിട്ടിയുള്ളൂ. ഇനി കുറച്ച് അരയ്ക്കാൻ ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മഷി പോലെ അരച്ചെടുക്കണം. ഒരു തരി പോലും ഇല്ലാണ്ട് നല്ലതായിട്ട് സോഫ്റ്റായിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഇത് എളുപ്പം ഉണ്ടാക്കാം. മിക്സിയിൽ കുറച്ചാണെങ്കിൽ മിക്സിയിൽ തന്നെ നമുക്ക് അരച്ചെടുക്കാമല്ലോ. ഇതേ മാവ് ഇപ്പം നല്ല സോഫ്റ്റായിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ രാത്രിയാണ് അരയ്ക്കുന്നത്. ഇനി രാവിലെ ഇതുവരെ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. എന്തായാലും നമ്മൾ രാവിലെയല്ലേ ഉണ്ടാക്കത്തുള്ളൂ. അതുവരെ ഇതവിടെ ഇരുന്ന് പൊങ്ങട്ടെ. അപ്പം ഞാൻ അടച്ച് വെച്ചു. ഇതവിടെ ഇരുന്ന് റെസ്റ്റ് എടുക്കട്ടെ. ഇത് പിറ്റേ ദിവസം രാവിലെയാണ്. ഈ മാവെല്ലാം നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ സോഡാപ്പൊടിയോ ഈസ്റ്റോ ഒന്നും ചേർത്തിട്ടില്ല. ആ തേങ്ങയും ചോറും ഒക്കെയാണ് ഈ മാവ് ഇത്രയും നല്ല പൊങ്ങി വരാൻ സഹായിച്ചത്. അപ്പോൾ നിങ്ങളിത് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഞാൻ ഇതിലോട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈസ്റ്റും സോഡാപ്പൊടിയൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് അപ്പം നല്ല സോഫ്റ്റായിട്ട് കിട്ടും. എല്ലാവർക്കും ഈസ്റ്റൊന്നും പിടിക്കത്തില്ല. പിന്നെ നമ്മൾ അപ്പം സോഫ്റ്റ് ആവാൻ വേണ്ടി വേറെ വഴിയില്ലാത്തതുകൊണ്ട് ചേർക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ഉണ്ടാക്കുന്ന മാവിൽ ഇങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കാറുള്ളത്. കുട്ടികൾക്കൊക്കെ വളരെ നല്ലതാണ്. അവരെ ഹെൽത്തൊക്കെ നന്നായിട്ടിരിക്കും. അപ്പോൾ ഞാൻ ഒരപ്പം ഉണ്ടാക്കുവാണേ. നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പമാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റൊക്കെ അറിയിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. താങ്ക്